എൺപതുകളിലെ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം. പ്രേം നസീറിനും ജയനും ശേഷം മലയാളികൾ നെഞ്ചേറ്റിയ ഒരു ചോക്ലേറ്റ് ഹീറോ ഉണ്ടായിരുന്നു, ശങ്കർ. ഒരു നോട്ടം കൊണ്ടും ചിരി കൊണ്ടും പെൺമനസ്സുകൾ കീഴടക്കിയ യുവതാരം. എന്നാൽ വെള്ളിത്തിരയിലെ ഈ റൊമാൻറ്റിക് ഹീറോയുടെ യഥാർത്ഥ ജീവിതം സിനിമയേക്കാൾ വലിയ ഒരു ട്രാജഡി ആയിരുന്നു എന്ന് എത്ര പേർക്കറിയാം? കരിയറിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ താൻ സ്നേഹിച്ചവർ കൈവിട്ടുപോയതും പിന്നീട് വന്ന പരാജയങ്ങളും ശങ്കറിനെ എങ്ങനെ മാറ്റിമറിച്ചു? വർഷങ്ങൾക്കിപ്പുറം മലയാള സിനിമയിലെ ആ മായാത്ത പ്രണയകഥയുടെ ചുരുളിത അഴിയുന്നു. അക്കാലത്തെ ഹിറ്റ് ജോഡികളായിരുന്നു ശങ്കറും അംബികയും. ഒന്നിച്ചഭിനയിച്ച ചിത്രങ്ങളെല്ലാം വമ്പൻ ഹിറ്റുകൾ. സ്വാഭാവികമായും ആ കെമിസ്ട്രി ക്യാമറയ്ക്ക് പുറത്തേക്കും വളർന്നു. സിനിമാ ലോകം മുഴുവൻ ഇവരുടെ വിവാഹ വാർത്തയ്ക്കായി കാതോർത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. മാഗസിനുകളിലും ഗോസിപ്പ് കോളങ്ങളിലും അക്കാലത്ത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട പ്രണയമായിരുന്നു ഇവരുടേത്. എന്നാൽ പെട്ടെന്നാണ് പൊടുന്നനെ ആ ബന്ധത്തിൽ വിള്ളലുകൾ വീണത്. ശങ്കറിൻ്റെ കരിയറിൽ ചില പരാജയങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയ ഒരു സമയം കൂടിയായിരുന്നു അത്. അംബികയുടെ പിന്മാറ്റം. ശങ്കറിൻ്റെ ഗ്രാഫ് താഴേക്ക് പോകുമ്പോൾ അംബിക മലയാളത്തിലും തമിഴിലും മുൻനിര നായികയായി തിളങ്ങുകയായിരുന്നു. കരിയർ തകരാൻ തുടങ്ങിയതോടെ ശങ്കർ സിനിമകളിൽ നിന്ന് പതിയെ അപ്രത്യക്ഷനായി. ആ സമയത്താണ് അംബിക ശങ്കറുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതെന്നാണ് സിനിമാ ലോകത്തെ അങ്ങാടിപ്പാട്ട്. കരിയറില്ലാത്ത ഒരാളെ ജീവിത പങ്കാളിയാക്കാൻ അംബിക തയ്യാറായില്ല എന്ന തരത്തിലുള്ള ഗോസിപ്പുകൾ അന്ന് ഇൻഡസ്ട്രിയിൽ പടർന്നു പിടിച്ചു. പ്രണയം തകർന്നത് ശങ്കറിനെ മാനസികമായി തളർത്തി. തൻ്റെ സുവർണകാലം അവസാനിക്കുന്നു എന്ന തിരിച്ചറിവിനൊപ്പം സ്നേഹിച്ചവളും കൂടെ ഇല്ലാതായത് ആ നടനെ, ആ പാവത്തിനെ വല്ലാതെ വേദനിപ്പിച്ചു. അംബികയുമായുള്ള വേർപിരിയലിന് ശേഷം ശങ്കർ തൻ്റെ ജീവിതം ക്രമീകരിക്കാൻ ശ്രമിച്ചു. ലണ്ടനിൽ താമസമാക്കിയ രാധികയെ അദ്ദേഹം വിവാഹം കഴിച്ചു. എന്നാൽ ആ ബന്ധം അധികകാലം നീണ്ടു നിന്നില്ല. പിന്നീട് രൂപശ്രീ എന്ന യുവതിയുമായി ജീവിതം പങ്കിടാൻ തീരുമാനിച്ചെങ്കിലും അതും പരാജയത്തിലാണ് കലാശിച്ചത്. വീണ്ടും വിവാഹങ്ങൾ കഴിച്ചെങ്കിലും ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള ശങ്കറിൻ്റെ ശ്രമങ്ങൾ എപ്പോഴും പരാജയപ്പെടുകയായിരുന്നു. തൻ്റെ കരിയറിലെ പരാജയവും വ്യക്തിജീവിതത്തിലെ അസ്ഥിരതയും അദ്ദേഹത്തെ ഏകാന്തതയിലേക്ക് നയിച്ചു. ഇന്ന് നാം കാണുന്ന സോഷ്യൽ മീഡിയ വിവാദങ്ങളെക്കാൾ എത്രയോ വലുതായിരുന്നു അക്കാലത്ത് ശങ്കർ അനുഭവിച്ച മാനസിക സമ്മർദ്ദം. ഒരു കാലത്ത് സൂപ്പർ സ്റ്റാറായിരുന്ന ഒരാൾ പെട്ടെന്ന് ഒന്നുമല്ലാതായി മാറുമ്പോൾ സമൂഹം അയാളോട് കാണിക്കുന്ന ക്രൂരത ശങ്കറും അനുഭവിച്ചു. അംബിക തൻ്റെ ജീവിതത്തിൽ വിജയിച്ചു മുന്നേറിയപ്പോൾ ശങ്കർ നഷ്ടപ്രണയത്തിൻ്റെയും പരാജയപ്പെട്ട സിനിമകളുടെയും ഓർമ്മകളിൽ കഴിഞ്ഞു. എന്നാൽ ഇന്നും പഴയ തലമുറയിലെ സിനിമാ പ്രേമികൾക്ക് ശങ്കർ ആ പഴയ ചോക്ലേറ്റ് ഹീറോ തന്നെയാണ്. സിനിമ ഗ്ലാമറിൻ്റെ ലോകമാണ്. അവിടെ ഉയർച്ചയിൽ കൂടെ നിൽക്കാൻ 1000 പേരുണ്ടാകും. എന്നാൽ വീഴുമ്പോൾ താങ്ങാൻ ആരുമുണ്ടാവില്ല എന്ന സത്യത്തിൻ്റെ നേർസാക്ഷ്യമാണ് ശങ്കറിൻ്റെ ജീവിതം. പിടിച്ചു നിൽക്കാൻ വേണ്ടി ബി റേറ്റഡ് സിനിമകളിലേക്കും അതിലും താഴെയുള്ള ലെവലിലുള്ള സിനിമകളിലേക്കും ശങ്കർ ചേക്കേറിയിരുന്നു. അവസാനം എല്ലാം പരാജയപ്പെട്ടപ്പോഴും അദ്ദേഹം ഒതുങ്ങിക്കൂടി ജീവിക്കാനാണ് തീരുമാനിച്ചത്. നമ്മൾ ആലോചിക്കേണ്ടത്, അംബികയുമായുള്ള ആ പഴയ പ്രണയം കേവലം ഗോസിപ്പ് മാത്രമായിരുന്നോ, അതോ ആ നടനെ തകർത്ത യാഥാർത്ഥ്യമായിരുന്നോ? ശങ്കറിൻ്റെ പരാജയങ്ങളിൽ അംബികയുടെ പിന്മാറ്റം എത്രത്തോളം സ്വാധീനം ചെലുത്തി എന്നത് ഇന്നും ഒരു പിടികിട്ടാ ചോദ്യമാണ്. കാലം ഒരുപാട് കടന്നുപോയി. എങ്കിലും ശങ്കറിൻ്റെ ആ പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ മലയാളികൾ ഇന്നും അറിയാതെ ചോദിച്ചു പോകും, ആ കണ്ണുകളിൽ കണ്ട പ്രണയം സത്യമായിരുന്നില്ലേ? കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.